everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 22nd lecture on the subject Strategic Cost and Management Accounting, and this lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. We were discussing about process laws, and we have already discussed theoretical aspects and problem related with normal process laws. And in this lecture, we are going to discuss about the theoretical aspects of abnormal process laws. We are going to discuss the meaning of abnormal process laws. Abnormal process laws can be any of the following two. ഇനി പറയുന്ന രണ്ട് കാര്യങ്ങളിൽ എന്തുമാകാം abnormal laws. Okay. Any laws caused by unexpected or abnormal conditions. അതായത് unexpected or abnormal conditions കൊണ്ടുണ്ടാകുന്ന laws. And these unexpected or abnormal conditions include plant breakdown, substandard materials, carelessness, accident, etc. Okay. Or loss in excess of the margin anticipated for normal process laws. അതായത് നോർമൽ പ്രോസസ് ലോസിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാർജിൻ ഉണ്ട്. ഇൻ കേസ് അതിൽ എക്സസ് ആയിട്ട് അതിൽ കൂടുതൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് അബ്നോർമൽ പ്രോസസ് ലോസ്. ഓക്കെ, സോ അബ്നോർമൽ പ്രോസസ് ലോസ് is any loss caused by unexpected or abnormal conditions or loss in excess of the margin anticipated for normal process loss. Okay, and then the cost of an abnormal process loss unit is equal to the cost of a good unit. So the cost of an abnormal process loss unit, abnormal process loss unit ന്റെ cost എന്ന് പറയുന്നത് it will be equal to cost of a good unit. Okay, it means that when we produce a good unit, we will incur the cost. Then ആ ഒരു കോസ്റ്റ് തന്നെയായിരിക്കും ഈ അബ്നോർമൽ പ്രോസസ് ലോസിൽ ഉണ്ടാകുന്ന യൂണിറ്റ്സിനും സെയിം കോസ്റ്റ് തന്നെയായിരിക്കും. അതായത് ഗുഡ് യൂണിറ്റ് ഉണ്ടാകുന്ന കോസ്റ്റ് തന്നെയായിരിക്കും ഈ അബ്നോർമൽ പ്രോസസ് ലോസ് യൂണിറ്റിനും ഉണ്ടാകുന്നത്. ഓക്കെ, the units of abnormal loss are calculated as under. അപ്പോൾ നമുക്ക് എത്ര അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ വാല്യൂ അല്ല, ആ യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്, or abnormal loss is equal to expected output, that is input minus normal loss minus actual output. നമുക്കറിയാം ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് നോർമൽ ലോസ് പ്ലസ് അബ്നോർമൽ ലോസ് ആണ്. അതായത് നോർമൽ ലോസും അബ്നോർമൽ ലോസും കൂടി ചേരുമ്പോഴാണ് ആക്ച്വൽ ലോസ് കിട്ടുന്നത്. ഓക്കെ, സോ ഫോർ ഫൈൻഡിങ് ഔട്ട് അബ്നോർമൽ ലോസ് വി ക്യാൻ ഡിഡക്ട് നോർമൽ ലോസ് ഫ്രം ആക്ച്വൽ ലോസ്. ദെൻ ദ ഫോർമുല വിൽ അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്. ഓക്കെ, ആക്ച്വൽ ലോസിൽ നിന്നും നോർമൽ ലോസ് മൈനസ് ചെയ്താൽ അബ്നോർമൽ ലോസ് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, and then abnormal loss is equal to expected output minus actual output. അതായത് അബ്നോർമൽ ലോസിന് ഉള്ള രണ്ടാമത്തെ ഫോർമുലയാണ് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. അതായത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ്. ഈ ഫോർമുല ഒരു എക്സാമ്പിളോട് കൂടി പറഞ്ഞു തന്നാൽ ക്ലിയർ ആവത്തോളും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോസസ്സിലേക്ക് 20 യൂണിറ്റ്സ് ആണ് ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടുത്തെ നോർമൽ ലോസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നമുക്കറിയാം 10 യൂണിറ്റ്സ് എൻ്റർ ചെയ്യുന്നു, ദെൻ 2 യൂണിറ്റ്സ് നോർമൽ ലോസ് സംഭവിച്ചാൽ ബാക്കി 8 യൂണിറ്റ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8 ആണ്, ബട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് 5 ആണ്. ദെൻ 3 units is termed as abnormal loss. ഓക്കെ, ഈ ഫോർമുല നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമ്മളിപ്പോൾ അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. സോ നമ്മളിപ്പോൾ പഠിച്ചത് ഇൻ യൂണിറ്റ്സ്.
അതാണ് പഠിച്ചത്. ദെൻ നമുക്കിനി അതിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ദ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ പ്രോസസ് ലോസ് ഷുഡ് ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഫോർമുല. ഇനി പറയുന്ന ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഈ അബ്നോർമൽ പ്രോസസ് ലോസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച യൂണിറ്റ്സിന് എത്രയാണ് അതിൻ്റെ വാല്യൂ, ഓക്കെ, അത് കണ്ടെത്തുന്നത്. ക്ലിയർ? ആൻഡ് ദ ഫോർമുല ഈസ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു normal cost of normal output divided by normal output into units of abnormal loss. ഓക്കെ, നമുക്ക് ഈ ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഫോർമുലയിൽ ഓരോ ആസ്പെക്ട്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഓക്കെ, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ it is the amount which we will get after deducting the scrap value of normal loss from the cost of the process. Okay, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ കോസ്റ്റിൽ നിന്നും നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. അതായത് ഒരു പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റ്സ് ആണോ എൻ്റർ ചെയ്യുന്നത് അതിൽ നിന്നും നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നോർമൽ ഔട്ട്പുട്ട്. ആൻഡ് ദെൻ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് കണ്ടെത്താനുള്ള ഫോർമുല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അതായത് ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ് ഓർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഈ ഫോർമുലയൊക്കെ നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലത്തിൽ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, സോ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ആൻഡ് all cases of abnormal process loss should be thoroughly investigated and steps should be taken to prevent their recurrence in future. അതായത് അബ്നോർമൽ പ്രോസസ് ലോസിൻ്റെ എല്ലാ കേസും അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ഇനി അത് ഫ്യൂച്ചറിൽ റെക്കർ ചെയ്യാതിരിക്കാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുകയും വേണം. ഓക്കെ, and abnormal process loss should not be allowed to affect the normal cost of production as it is caused by abnormal or unexpected conditions. നമ്മൾ പറഞ്ഞിരുന്നു അബ്നോർമൽ ഓർ അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻസ് കൊണ്ടാണ് അബ്നോർമൽ പ്രോസസ് ലോസ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി allowed to affect the normal cost of production. Okay. Such loss representing the cost of materials, labor and overhead incurred on the wastage should be transferred to an abnormal loss account. So, this abnormal process loss which represents the cost of materials, labor and overhead incurred on the wastage. അപ്പോൾ വേസ്റ്റേജിൽ ഇൻകർ ആവുന്ന മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ്, ഇതാണ് ഈ പ്രോസസ് ലോസും ഈ അബ്നോർമൽ പ്രോസസ് ലോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ആൻ അബ്നോർമൽ പ്രോസസ് ലോസ് അക്കൗണ്ട്. ഇഫ് ദിസ് abnormal loss has got any scrap value, it should be credited to abnormal loss account and the balance is ultimately transferred to costing profit and loss account. ഈ അബ്നോർമൽ ലോസിന് എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ആ വാല്യൂ ക്രെഡിറ്റ് ചെയ്യണം, ആ സ്ക്രാപ്പ് വാല്യൂ. ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോസസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ സ്ക്രാപ്പ് വാല്യൂ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ, അബ്നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പോസ്റ്റിങ്ങും ഒക്കെ ആ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ കൂടി ക്ലിയർ ആകും. ഓക്കെ, എ സെപ്പറേറ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഇൻ ദ കോസ്റ്റ് റെക്കോർഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അബ്നോർമൽ പ്രോസസ് ലോസുകളൊക്കെ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് ഇഫ് ദർ ഇസ് എനി സ്ക്രാപ്പ് വാല്യൂ ഫോർ ദാറ്റ് അബ്നോർമൽ പ്രോസസ് ലോസ് ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അതിൻ്റെ ബാലൻസ് ഓഫ് ദാറ്റ് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ കോസ്റ്റ് റെക്കോർഡ്സിൽ ഒരു സെപ്പറേറ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും.
And following are the journal entries which are passed in respect of abnormal loss. So നമുക്ക് abnormal lossന്റെ journal entries ഏതൊക്കെയാണെന്ന് നോക്കാം. And the first one is for value of abnormal loss. Abnormal lossന്റെ value നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. It will be transferred to abnormal loss account. So abnormal loss account will be debited and process account will be credited. So the entry will be abnormal loss account debtor to process account. And the second one is for scrap value realized. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അബ്നോർമൽ ലോസിന് എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ആൻഡ് abnormal loss account will be credited. So the entry will be cash account debtor to abnormal loss account. And the third one for transfer of the balance to costing profit and loss account. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് the balance in the abnormal loss account will be transferred to costing profit and loss account. Then costing profit and loss account will be debited and abnormal loss account will be credited. Then the entry will be costing profit and loss account debtor to abnormal loss account. We will discuss a problem related with abnormal process loss in the next lecture. Thank you.